ഇന്നേ ഒരവിയലാവാല്ലേ നമുക്ക് പച്ചക്കറി സദ്യയുടെയൊക്കെ ആത്മാവാണ് കേട്ടോ ഈ അവിയൽ എന്ന് പറയുന്നത്. എനിക്ക് പച്ചക്കറികൾ കഴിക്കാൻ പൊതുവേ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ എനിക്ക് ഈ അവിയലൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കറിയാണ് കേട്ടോ. അവിയൽ സാമ്പാറൊക്കെ ആദ്യം തന്നെ നമുക്ക് വേണ്ടത്ര കഷ്ണങ്ങൾ അരിഞ്ഞെടുത്തിട്ട് അതിലേക്ക് കുറച്ചധികം മഞ്ഞൾപ്പൊടിയും കുറച്ച് മാത്രം മുളക് പൊടിയും ഉപ്പും കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും പച്ചമുളക് കീറിയതും കൂടി ഇട്ട് നന്നായിട്ട് കൈകൊണ്ട് തിരുമ്മി യോജിപ്പിക്കുക കേട്ടോ. ഒരു 1/4 ഗ്ലാസ് വെള്ളം അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം അതുകൂടി ചേർത്തിട്ട് നന്നായിട്ട് അത് യോജിപ്പിച്ച് മൂടി വെച്ച് വേവിക്കുക. കഷ്ണങ്ങൾ വെന്ത് വരുമ്പോൾ അതിനകത്ത് ചേനയുടെയും കായയുടെയും വേവാണ് കേട്ടോ നമ്മൾ കൂടുതൽ നോക്കേണ്ടത്. നോക്കി കഷ്ണങ്ങൾ വെന്ത് വരുമ്പോൾ പുളിക്ക് ആവശ്യമായിട്ടുള്ള തൈര് ചേർക്കും. ഈ തൈരിന് പകരം വാളം പുളി പിഴിഞ്ഞതോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കഷ്ണം വേവിക്കുന്ന സമയത്ത് പച്ച മാങ്ങ അരിഞ്ഞ് ചേർക്കാം കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മൾ നാളികേരവും വെളുത്തുള്ളിയും ജീരകവും കൂടി ചതച്ച് വെച്ച കൂട്ടുകൂടി ചേർത്ത് ഒരു 5-8 ചുമന്നുള്ളിയും കൂടി ചെറിയുള്ളിയിൽ അതുകൂടി ചതച്ചതും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി മൂടി വെച്ച് തന്നെ അതൊന്ന് കൂട്ട് വേവിച്ചെടുക്കുക. എന്നിട്ട് അത് വെന്തോ ശരിയായ ഒരു പാകത്തിലേക്ക് എത്തുമ്പോൾ അതിലേക്ക് ബാക്കി കുറച്ച് നാളികേരം കൂടി ചിരകിയതിട്ട് ഒന്ന് വേണമെങ്കിൽ ക്രഷ് ചെയ്ത് ചേർക്കാം. ഇട്ടിട്ട് നന്നായിട്ട് പച്ച വെളിച്ചെണ്ണയും നല്ലപോലെ കറിവേപ്പിലയും ചേർക്കാം കേട്ടോ. ഈ അവിയലിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ലാസ്റ്റ് നമ്മൾ ഈ ചെയ്യുന്ന പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും ചേർത്ത് ഇളക്കി മൂടി വയ്ക്കുന്നതാണ് കേട്ടോ. കറിവേപ്പിലയുടെ കാര്യത്തിൽ ഒട്ടും പിശുക്ക് കാണിക്കരുത് കേട്ടോ.